ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിന്റെ നല്ല തിരക്കായത് കൊണ്ടിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ജസ്റ്റ് വീഡിയോ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇത് വെറുതെ ഇതിനു വേണ്ടി പറയണല്ല. ഇവിടെ ആകെ അലമ്പായിട്ട് കിടക്കണതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരണമെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു തിരക്ക് കഴിഞ്ഞെല്ലാം കറക്റ്റ് ഫോർമലായിട്ടൊക്കെ ബാക്കിലേക്ക് സെറ്റ് ചെയ്തൊക്കെ വരാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസിൽ മാത്രമല്ല, നമ്മുടെ റെഗുലർ ആയിട്ട് വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒരു ഇത് ഗിഫ്റ്റ് പോലെ 4 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതിൽ വേറെ ടാസ്ക് ഒന്നും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഗുലർ ആയിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇടുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ്സ്, അതായത് ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഒക്കെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും, അതിലേക്ക് നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ടാസ്ക്, വേറെ ഒരുപാട് ടാസ്ക് ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു ഇത് ഗിഫ്റ്റ് കിട്ടണ 4 പേര് ആരാന്ന് നമുക്ക് ഇതിന് ശേഷം നോക്കാം. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാൻ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്, അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ, നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കുക. ഫസ്റ്റ് ആയിട്ട് തന്നെ നോക്കിക്കുക, നല്ല ക്യൂട്ട് ആയിട്ടുള്ള 3-piece സെറ്റ് ആണ് വന്നിട്ടുള്ള. പ്രിന്റഡിലാണ്. അതിൽ മസ്ലിൻ സിൽക്ക് എന്ന് പറയാൻ പറ്റൂല, പക്ഷെ അതിനേക്കാളും നല്ലൊരു പ്രീമിയം ലെവല് പാർട്ടി വെയർ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഇതിന്റെ ബാക്കിൽ എക്സൽ തന്നെ കൊടുത്തിട്ടുള്ള എക്സലിന്റെ സൈസിന്റെയാണ്. ലെങ്ത് ഒരു 45 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കിക്കോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു വി നെക്ക് കട്ട് നെക്ക് വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്കാണ് പോയിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രിന്റ് കോമ്പിനേഷൻ ആണ്. പിന്നെ അതിന്റെ ആ ഒരു മെറ്റീരിയൽ നോക്കിക്കുക, നല്ലൊരു ഷൈനി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് തന്നെയുണ്ട്. എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരാൻ നേരത്തും ആ ഒരു ത്രെഡ് വർക്ക് ബോർഡർ തന്നെയാണ് നല്ല ഹെവി ആയിട്ട് തന്നെ പോയിട്ടുള്ളത്. നല്ല നിങ്ങൾക്ക് ആ ഒരു വർക്ക് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് വിലയിരുത്താം ആ ഒരു പ്രീമിയം ലെവൽ ആ ഒരു വർക്ക് തന്നെയാണ് ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. കംപ്ലീറ്റ് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയുണ്ട്. പിന്നെ അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ നോക്കിക്കേണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ളത്. ആകെ 3 കളേഴ്സ് മാത്രമാണ് ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയുണ്ട്. പിന്നെ പാൻസ് വരാൻ നേരത്തെ നോക്കിയൊക്കെ നല്ല പ്യുവർ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ്. അപ്പൊ എക്സലാരൊക്കെ ധൈര്യമായിട്ട് എടുത്തോ, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിന്റെ മെഷർമെന്റിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ മെഷറിംഗ് ടാപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ടോപ്പ് ആയിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു മെഷർമെന്റ് ആയിട്ട് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോ. ഒരു പൊടിക്ക് ലൂസ് ആണെങ്കിലും കൂടി നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഷോൾ വരാൻ നേരത്തെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ്. എൻഡിലേക്ക് സ്കാൽപ്പ് ബോർഡർ നല്ല ഹെവി ആയിട്ട് തന്നെ പോയിട്ടുള്ളത്. അതും 2 സൈഡ് ബോർഡർ സ്കാൽപ്പ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ്. ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ആദ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് മോഡൽ ഷൂട്ടൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ്. കണ്ട, ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പുറമേ കിട്ടുന്ന റേറ്റിനേക്കാളും നല്ല അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ റേറ്റ് ആണെങ്കിൽ ആകെ 1695 എങ്ങനെ വന്നാലും ഒരു 2000 അടുത്ത് 2000 എബവ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുറമേ എന്തായാലും പ്രൊഡക്റ്റിന് വരും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നല്ലൊരു കോസ്റ്റ് ഡിഫറൻസ് എന്തായാലും പ്രൊഡക്റ്റ് പുറമേ ഉള്ള പ്രൊഡക്റ്റും നമ്മുടെ പ്രൊഡക്റ്റിനെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്തുള്ള ഡിഫറൻസ് മനസ്സിലാക്കാവുന്ന തന്നെ ഉള്ളൂ കേട്ടോ. കണ്ട, എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. ഷോളൊക്കെ നോക്കി നോക്കിയോ, ഒരു രക്ഷയില്ലാത്ത ഷോളാണ്. നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ആയിട്ട് പുതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ തന്നെയാണ്. ഇതിന്റെയൊക്കെ ഡബിൾ എക്സൽ ഒക്കെ ഞാൻ ഒരുപാട് നോക്കി, പക്ഷേ കിട്ടിയില്ല കേട്ടോ. കാരണം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു. കാരണം സീസൺ ആവാൻ നേരത്ത് റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ട് നമുക്ക് കിട്ടാറില്ല. എല്ലാ സീസണിലും ഞാൻ വീഡിയോസിൽ പറയാറുള്ളതാണ്, റിപ്പീറ്റേഷൻ കുറഞ്ഞ പീസ് തന്നെ ആയിരിക്കും സീസണിൽ കിട്ടണം. കാരണം സീസണിൽ എല്ലാവരും അതായത് ഹോൾസെയിൽ ഏരിയയിലൊക്കെ നല്ല മാർക്കറ്റിലേക്ക് തിരക്കുള്ള ഒരു ടൈമാണ് സീസൺ ടൈം വരാൻ നേരത്ത്. അപ്പൊ റിപ്പീറ്റേഷൻ കിട്ടാനൊക്കെ വളരെയധികം ചാൻസ് കുറവായിരിക്കും. അപ്പൊ ഇതിൽ ഈ കളേഴ്സ് എല്ലാം നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല പ്യുവർ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഷിനോൺ സിൽക്കിൽ കേട്ടോ. പിന്നെ എന്താണ് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈസാണ്. സൈസ് 3XL ആണ്. അതിന്റെ ബാക്കിൽ 4XL എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 4XL 3XL ബിറ്റ്വീൻ സൈസ് ആയിട്ട് വന്നാലും കൊണ്ടിട്ട് ഇത് 3XL ആര് എടുക്കണായിരിക്കും സേഫ് കേട്ടോ. കൈയൊക്കെ അത്യാവശ്യം നല്ല
വട്ടമുള്ള കൈയൊക്കെ തന്നെയാണ്. അപ്പൊ 3XL ധൈര്യമായിട്ട് എടുത്തു. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ലെങ്ത് ഏകദേശം ഒരു 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കിയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു ഹെവി വർക്ക് ടച്ചിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്ലീവ് വരാൻ നേരത്തെ നോക്കി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ അത്യാവശ്യം കൈക്ക് വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. എന്തിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ 2 ലെയർ ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ ലെവൽ തന്നെയാണ്. ഷിനോൺ സിൽക്ക് നോക്കിക്കണ്ട നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ വെഡിങ്ങിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തേക്ക് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താൽ തന്നെ മതി, വർക്കിന്റെ ആവശ്യം തന്നെ ഇല്ല. അത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ വെയർ ടച്ച് പ്രൊഡക്റ്റിന് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരു മെറ്റീരിയൽ അങ്ങനെ തന്നെയാണ് ഷിനോൺ സിൽക്ക് വരാറുള്ളത്. എൻ്റെ ബോർഡർ പാൻസിന് പോയിട്ടുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെ ഉണ്ട്. ധൈര്യമായിട്ട് 3XL എടുത്തോന്ന് പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നുള്ള ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സൈസ് ഉണ്ട്. 2 സൈഡ് ആ സ്കാൽപ്പ് ബോർഡർ വർക്ക് ഉണ്ട്. ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. 2 സൈഡ് ആ ഒരു വർക്ക് ഉണ്ട്. 4 കോർണറിലും ഷോർട്ട് സെൽസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷോൾഡർ സൈസ് ഒക്കെ നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ്, നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് 1395 ഉള്ളൂ കേട്ടോ. 1395-ന് 3XL സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചില XXL സൈസ് ഒക്കെ എടുക്കാൻ നേരത്തെ ഞാൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ചിലവർക്ക് കൈയിന് അത്യാവശ്യം മണ്ണുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് ഇതേപോലെ XXL എടുക്കാണ്ട് 3XL ഒക്കെ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്താൽ തന്നെ ആ ഒരു ഫിറ്റിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് മാറി കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ചില പ്രൊഡക്റ്റിനൊക്കെ XXLനൊക്കെ അത്യാവശ്യം വീതി കൈക്ക് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണതിന് മുമ്പായിട്ട് കൈക്ക് വീതി ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ചോദിച്ചിട്ടൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്താൽ മതി കേട്ടോ. കാരണം ചില പ്രൊഡക്റ്റ് ഒക്കെ നോർമൽ സ്ലീവ് സൈസ് തന്നെ ആയിരിക്കും വന്നത്. അപ്പൊ കൈക്ക് ചിലവരെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ചിലവരുടെ കൈക്ക് അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സൈസ് റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ബുക്കിംഗ് ചെയ്യാൻ നേരത്ത് അതൊക്കെ കറക്റ്റ് നിങ്ങൾ ചോദിച്ചിട്ട് വേണം പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ടാ. വേറെ എന്താന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുത്ത് പറയുന്നത്. അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത ഐറ്റം നോക്കിയൊക്കെ, ഇത് മെറ്റീരിയൽ ഏകദേശം ഒരു ഷിനോൺ സിൽക്ക് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതും ഹാൻഡ് വർക്കിലാണ് കംപ്ലീറ്റ് ഫുള്ള് നെക്ക് തുടങ്ങിയിട്ട് ബോട്ടം വരെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ ബാക്കിൽ 44 XXL എന്നൊക്കെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് വരാൻ നേരത്ത് വൺ സൈഡ് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് 21 തന്നെ ഉള്ളൂ. ചുറ്റളവ് ഒരു 40 ചുറ്റളവ് ഒരു 42 കേട്ടോ. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ XL ആയിരിക്കും അത് ചൂസ് ചെയ്യുള്ളൂ. കാരണം സ്ലീവിന്റെ സൈസ് ആണെങ്കിൽ പാന്റിന്റെ സൈസ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതൊക്കെ XLന്റെ ഒക്കെ സൈസ് വന്നുള്ളൂ കേട്ടോ. അപ്പൊ ബാക്കിലത്തെ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടാൻ നേരത്ത് ബാക്കിൽ സൈസ് കണ്ടിട്ട് അത് XXL ആണ് വന്നിട്ടുള്ളത്, XL ആണ് ഞാൻ ഓർഡർ ചെയ്തതെന്നൊന്നും കംപ്ലൈന്റ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ലൊരു ഓഫർ റേറ്റിൽ കൊടുക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ നോക്കി കേട്ടോ, നെക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് തന്നെയാണ്. ഫുള്ള് ഹാൻഡ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഹാൻഡ് വർക്കും പേൾ വർക്കും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് കോമ്പിനേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഈ ഒരു പോർഷനിൽ ചെറിയൊരു വർക്കും കൂടി ബോർഡറിൽ വരുന്നുണ്ട്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഈ ഒരു ഇങ്ങനത്തെ ഹാൻഡ് വർക്ക് ടൈപ്പ് വരാറില്ല. ഈ ഒരു പോർഷൻ വരെ ടോപ്പിന് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രീമിയം ലെവല് ടച്ച് കിട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് മസ്ലിൻ അല്ല, ഷിനോൺ സിൽക്ക് വരാൻ നേരത്ത്. പാൻസ് വരാൻ നേരത്ത് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും പാൻസിന് വന്നില്ല. റൗണ്ട് ഇലാസ്റ്റിക് ആണ്. അതിലും വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കിയത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഏകദേശം അതിനോട് മാച്ച് ആയിട്ടുള്ള ലെവലിൽ ഉള്ള മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലും ആ ഒരു 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക്, ആ ഒരു ത്രെഡും സീക്വൻസ് വർക്കും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് 4 കോർണറിലും ഷോർട്ട് സെൽസ് വരുന്നുണ്ട്. ഒരു പാർട്ടി വെയർ ടച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെറിയൊരു ഓഫർ പ്രൈസിൽ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യട്ടെ. കാരണം നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. നല്ല ഔട്ട്ലുക്ക് കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റ് തന്നെയുണ്ട്. പിന്നെ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെറും 10.95 ഉള്ളൂ കേട്ടോ. 10.95 നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം. അത് സൈസ് XL തന്നെ ഉള്ളൂ. പ്രത്യേകം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെന്റിനെ പറ്റി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ടോപ്പായിട്ടൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തീരാവുന്ന ഡൗട്ട് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കാൻ ധൈര്യമായിട്ട് എടുത്തോട്ടെ. കാരണം ഇതൊക്കെ ഒരു ബൾക്ക് സെയിൽ ഉദ്ദേശിച്ചിട്ട് ചെയ്യണ പ്രൈസ് റേഞ്ച് ആണ്. നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഒരു മാർജിൻ പ്രതീക്ഷിച്ച് ചെയ്യണ പ്രൊഡക്റ്റിൽ ഒന്നൊന്നല്ല കേട്ടാ. പിന്നെ പ്രത്യേകം വേറെ കാര്യം പറയാനുള്ളത്,
പെരുന്നാൾ ഇനി അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് പെരുന്നാളാന്ന് അറിയില്ല. അപ്പൊ പെരുന്നാൾ ഉദ്ദേശിച്ചിട്ടുള്ള പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം DTDC കവർ ചെയ്തോട്ടെ. കാരണം DTDC നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ DTDC ആയിരിക്കും. കാരണം ഇന്നൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പൊ അതിൽ ഹോം ഡെലിവറി ഉണ്ടാവില്ല, നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും DTDC നിയറസ്റ്റ് എവിടെയെന്ന് അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നിയറസ്റ്റ് DTDC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ഡീറ്റെയിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ തൊട്ടടുത്തുള്ള ലൊക്കേഷൻ ആണോ ഡിസ്റ്റൻസ് ഉള്ളതെന്നൊക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ DTDC ആയിരിക്കും. പെരുന്നാളിന് മുമ്പ് കിട്ടണമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ. അല്ലാത്തവരാണെങ്കിൽ നോർമൽ പോസ്റ്റിൽ സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഹോം ഡെലിവറി ആയിട്ട് എത്തോട്ടെ. അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അടുത്ത ഐറ്റം നോക്കി നോക്കിയാണ്ട, ഇതും ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ്. ഷിനോൺ സിൽക്കിന്റെ ഒരു ബഹളം തന്നെയാണ് ഇന്നത്തെ വീഡിയോയില്. കാരണം നല്ലൊരു എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ആരും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു കംപ്ലൈൻസും കാര്യങ്ങളും പറയാത്തൊരു ടൈപ്പ് മെറ്റീരിയലും കൂടിയിട്ടാണ്. അതിനനുസരിച്ചിട്ട് എൻക്വയറി ഉള്ളവരെ കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ നല്ല നല്ല ഐറ്റംസ് കാണാൻ നേരത്തെ നല്ല റേറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ കേട്ടോ. കാരണം ഷിനോൺ സിൽക്കൊക്കെ ഫസ്റ്റിലൊക്കെ നല്ല പ്രൈസിൽ തന്നെയാണ് വന്നിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് XXL ഉണ്ട്, ലെങ്ത് ഒരു 45 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ നോക്കിയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കംപ്ലീറ്റ് അതായത് സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് വർക്ക് വന്നിട്ട്. അത്യാവശ്യം നല്ല കംപ്ലീറ്റ് സ്ലീവിൽ വർക്കുള്ള ടൈപ്പാണ്. അതായത് ഫ്രണ്ടിൽ വലിയ കാര്യമായിട്ട് വർക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് സ്ലീവിലും ഷോളിലൊക്കെ വർക്കായിട്ടുള്ള ഒരു സെറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ ഐറ്റം തന്നെയാണ്. ഇതിന്റെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ സ്ലീവിൽ വന്ന പോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് ലൈനിങ് ഫുൾ സ്റ്റിച്ചഡ് തന്നെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് പാൻസിലടക്കം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. റൗണ്ട് ഇലാസ്റ്റിക്കും വന്നുണ്ട്. അത്യാവശ്യം ഹെഡുള്ള പാൻസ് ആയതുകൊണ്ടിട്ടൊക്കെ ഇതേപോലെ XXL ആയിരിക്കും ധൈര്യമായിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് ആ ഒരു ബോർഡറൊക്കെ പാൻസിന്റെ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ഷോൾ വരാൻ നേരത്ത് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. അതും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോകുന്നുണ്ട്. ടു സൈഡും സ്കാൽപ്പ് ബോർഡർ വർക്ക് വരുന്നുണ്ട്. 4 കോർണറിലും ഷോർട്ട് ടച്ചസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് XXL ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു. അത്യാവശ്യം എഡം ഉള്ള ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 12.95 തൊട്ട് നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിൽ പെട്ടിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ XXL എന്ന് പറഞ്ഞാലും വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള XL ആയിരിക്കും കൊടുക്കുക. ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗിൽ തന്നെ നിൽക്കൂട്ടാ. അപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഓവർ വർക്കൊന്നും ടോപ്പിൽ വരാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്ലീവിലും പിന്നെ നെക്ക് ബോർഡർ ടു ബോർഡർ വർക്കും ഷോളിലും ഹെവി വർക്കായിട്ടൊക്കെ സെറ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. നല്ല നല്ല കളർ ചാർട്ടും ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അത്യാവശ്യം വെഡ്ഡിങ്ങിന് നല്ലൊരു ഷോ കിട്ടുകയും ചെയ്യണ ഒരു മെറ്റീരിയൽ പാറ്റേണും കൂടിയിട്ടാണ് പ്രൊഡക്റ്റിലുള്ളത് കേട്ടോ. അപ്പൊ ഉള്ള കളേഴ്സ് എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് നല്ലൊരു അട്രാക്റ്റീവ് വർക്കും കാര്യങ്ങളൊക്കെയാണ് അതിൽ ലേ ഔട്ട് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇല്ലാത്തൊരു റയർ പാറ്റേൺ ഒക്കെ ആണെങ്കിലൊക്കെ ധൈര്യമായിട്ട് നോക്കിയെടുത്തു. നല്ലൊരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നോക്കിക്കേ, കോട്ടണിൽ 3 പീസ് ഫ്ലെയറിലൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു പ്രിന്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫ്ലെയർ ആണ്, 3 പീസ് ആണ്. ഇങ്ങനത്തെ കാറ്റഗറി വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറുള്ള ഒറ്റ കളറിൽ മീഡിയം, ലാർജ്, XL ഈ 3 സൈസാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ബാക്കിൽ XXL കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് XL കിട്ടുന്നുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ടിട്ടൊക്കെ ഇത് XXL ആയിരിക്കും കൊടുത്തന്നെ ടൈറ്റ് ആയിപ്പോൾ. അപ്പൊ XL എടുത്ത് തന്നെ സേഫ് ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. നല്ല പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ലെങ്ത് ആണെങ്കിൽ ഒരു 50 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. നോക്കിയൊക്കെയാണ് ഒരു വീനെക്ക് ടൈപ്പ് ആണ് ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ളത്. അതിൽ യോക്കിൽ കംപ്ലീറ്റ് ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് പോയിട്ടുണ്ട്. പിന്നെ സ്ലീവിലടക്കം ആ ഒരു ബോർഡർ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഈ ഒരു പോർഷനിലെ കട്ടിങ് താഴത്തേക്ക് പാനൽ കട്ടാണ്. എൻഡിലേക്ക് ആ ഒരു ബോർഡർ നല്ല ഫ്ലെയർ ആയിട്ടാണ് പോയിട്ടുള്ളത്. പാനൽ കട്ട് വരാൻ നേരത്താണ് എൻഡിലേക്ക് നല്ല ഫ്ലെയർ ബോട്ടം നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട
വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി, അതിന് മാച്ചിങ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് പാൻസും വന്നിട്ടുള്ളത്. സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. വേറെ ബോർഡർ കാര്യങ്ങളൊന്നും പാൻസിന് വന്നില്ല. റൗണ്ട് ഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിമ്പിൾ 3 പീസൊക്കെ കോട്ടണിൽ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നല്ലൊരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വരാൻ നേരത്ത്. സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ്. 2 സൈഡ് ഈ ഒരു പ്രിന്റ് അപ്പും ഡൗണും കൂടിയായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ബിഗ് സൈസ് ഷോൾ തന്നെയാണ്. അപ്പൊ സൈസ് ആണെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ഈ 3 സൈസ് ആണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൊടുക്കണ പ്രൈസ് എന്ന് വെച്ചാൽ വെറും 10.95 ഉള്ളൂ. അപ്പൊ നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. 10.95 നല്ലൊരു പ്രീമിയം ലെവല് ലുക്ക് കിട്ടണ ഒരു നല്ലൊരു കോട്ടൺ സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൽ ഏകദേശം ഒരു മസ്ലിന്റെ ഒക്കെ ഔട്ട്ലുക്ക് കിട്ടുന്ന ടൈപ്പിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പ്രിന്റ് ആണെങ്കിൽ ഏകദേശം അങ്ങനത്തെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ബോർഡർ പോലെ ആയിട്ടുള്ള ഒരു മസ്ലിൻ ടച്ചിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ നല്ല മെറ്റീരിയൽ ഉണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും ഒരു കൂളിംഗ് ഒക്കെ ഫീൽ ചെയ്യണ മെറ്റീരിയലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. സൈസ് ആണെങ്കിൽ ഇതിന്റെ എക്സലും ഡബിൾ എക്സലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ള പ്രിന്റ് ലെവലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ലെങ്ത് ഒരു 46 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. യോക്കിൽ വേറെ എക്സ്ട്രാ ഒരു പ്രിന്റും ആ ഒരു ലേസ് ബോർഡറും കൂടിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു മസ്ലിന്റെ ഒക്കെ ടച്ച് കിട്ടണ പോലെ ഗോൾഡൻ ഷെയ്ഡുകളിൽ കവർ ചെയ്ത് പോണാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്നുള്ളത് കേട്ടോ. പിന്നെ എന്റെ സ്ലീവ് വരാൻ നേരത്ത് വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റ് വന്നില്ല. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കാഷ്വൽ ആയിട്ടൊക്കെ റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. വേണമെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഒക്കെ ഒരു തലേന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കണ്ട. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് ആ ഒരു ലേ ഔട്ടിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ലൊരു അതായത് ഒരു ഡെയിലി വെയർ പ്രൈസിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു ബോർഡർ ഈ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. റൗണ്ട് ഇലാസ്റ്റിക് ആണ്. പ്രത്യേകം പറയാം, ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ആംഗിൾ ലെങ്ത് ടച്ച് അല്ല, കുഴപ്പമില്ലാത്ത ഒരു ലെങ്ത് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പാൻസിന് വരാൻ നേരത്ത്. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നിങ്ങൾക്ക് മസ്ലിൻ സെറ്റിൽ ഇപ്പൊ എങ്ങനെയാണോ കിട്ടണത് ആ ഒരു ടൈപ്പ് ഷോൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതും ടോപ്പിത്തെ പ്രിന്റും പാന്റിന്റെ പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഷോളിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയുണ്ട്. അപ്പൊ കോട്ടണിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റയോൺ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. കുറച്ച് നല്ല റിച്ച് ലുക്ക് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ റേറ്റ് എന്ന് വെച്ചാൽ വെറും ഡെയിലി വെയറിന്റെ പ്രൈസിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. 9.95 ഉള്ളൂ. നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. 9.95 ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഇത് വരാൻ നേരത്ത് ചെറുതായിട്ടൊക്കെ ഒരു പ്രിന്റൊക്കെ ഒന്ന് ഡിഫറെന്റ് വന്ന് ഇതിലാവാൻ നേരത്ത് എക്സൽ സൈസും മാത്രമാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ആദ്യം കാണിച്ച പ്രൊഡക്റ്റ് ആണെങ്കിൽ എക്സലും ഉണ്ട്, ഡബിൾ എക്സലും സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ് പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ 2 കളേഴ്സ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഷോപ്പിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നത് 1200 കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൊഡക്റ്റ് സെയിൽ ഔട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ 1200 സുഖമായിട്ടൊക്കെ പ്രൊഡക്റ്റ് സെയിലായി ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് നമ്മുടെ വന്നത് ഓൺലൈനിൽ ആയതുകൊണ്ടിട്ട് അവർക്ക് ഒരു സ്പെഷ്യൽ പ്രൈസിലായിരിക്കും നമ്മളെന്നും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കൊറിയൻ ലോങ് ടോപ്പിൽ നല്ല അടിപൊളി 3 പ്രിന്റ് ഷെയ്ഡിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി. മെറ്റീരിയൽ ആണെങ്കിൽ പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്. ഇന്നർ ഔട്ടർ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സൈസ് നേരത്തെ ഞാൻ പറഞ്ഞു ഡബിൾ എക്സിലാന്നുള്ളത്. ലെങ്ത് ഒരു 53 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് മോഡസ്റ്റ് വേറെ ടൈപ്പിലൊക്കെ ലോങ് പർദ്ദ ലുക്കിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഐറ്റം തന്നെയാണ്. ഇതിന്റെ ഷർട്ട് കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഫുള്ളി ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ബട്ടൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്ലീവിന്റെ ഇന്നറൊക്കെ ഏകദേശം ഒരു സാറ ബ്രാൻഡിന്റെ ഇന്നറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റിൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 12.95 മെറ്റീരിയൽ ആണെങ്കിൽ പക്ക ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. നല്ല ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ തന്നെ. കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ. ആകെ 3 ഷെയ്ഡിൽ മാത്രമാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഇന്നറും ഔട്ടർ ലുക്കും കൂടി ആയിട്ടുള്ള
ഒക്കെ ഒരു ഇമ്പോർട്ടഡ് വെസ്റ്റേൺ ടൈപ്പ് ട്യൂണിക് സ്റ്റോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ്, എന്നാലും ലാർജ് ആയിരിക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. അങ്ങനെ ലെങ്ത് ആണെങ്കിൽ ഒരു 39 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി വെക്കേണ്ട, ഇന്നർ സെപ്പറേറ്റ് തന്നെയാണ്, ഔട്ടറും കൂടി സെപ്പറേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യണവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് ഫുൾ ഓപ്പൺ ടൈപ്പ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഷോ പോക്കറ്റ് പോലെ ഇങ്ങനെ സംഭവം 2 സൈഡ് പോയിട്ടുണ്ട്. ഒരു കോട്ടിന്റെ അകത്ത് ഇന്നർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പ്രൊഡക്റ്റ് അതേപോലെ ഇരിക്കട്ടെ. പിന്നെ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് സ്ലീവ് ആണ്. ഫാബ്രിക് നോക്കി നല്ല അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ വെറും 995 ഉള്ളൂ കേട്ടോ. നല്ലൊരു പ്രീമിയം ലെവല് ഔട്ട്ഫിറ്റ് ലുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ടൊക്കെ ഒരു മോഡസ്റ്റ് വെയർ ടൈപ്പിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ഒന്നും കൂടിയിട്ട് പറയാണ്ട, നല്ലൊരു ഫോർമൽ ലുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ചിലയിൽ വരാൻ നേരത്ത് ഇന്നർ ബ്ലാക്ക് ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സെറ്റിന് മാത്രമാണ് ഇന്നർ ബ്ലാക്ക് തന്നെ കേട്ടോ. അപ്പൊ ഓരോ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഇന്നർ സെറ്റ് ചെയ്ത് പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട് കേട്ടാ. എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ വളരെ കുറച്ച് പീസ് തന്നെ ഉള്ളൂ. 5 ഷെയ്ഡിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു പ്രൈസിൽ ഒരു പ്രീമിയം ലെവൽ സെറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യട്ടെ. കാരണം ഒരു ഡെയിലി വെയറിന്റെ പ്രൈസ് തന്നെ വന്നുള്ള ഒരു മോഡസ്റ്റ് വെയർ ഔട്ട്ഫിറ്റിന് കേട്ടോ. അപ്പൊ ഡെൽറ്റ ക്ലോത്തിൽ അത്യാവശ്യം ലോങ്ങിൽ ഫീഡിങ് ടോപ്പിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ്. ചെറിയൊരു ഹൈനെക്ക് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു 54 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. സൈസ് XXL ആണ്. പിന്നെ നോക്കി വെക്കേണ്ട, ചെറിയൊരു ഹൈനെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു സിബ് ഇതിൽ പോയിട്ടുണ്ട്. അതിൽ ഒരു ഹിഡൻ സിബ് പോലെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഫീഡിങ് പർപ്പസിനുള്ളവർക്ക് മാത്രമല്ല, എല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ അറിയാൻ കൂടി ഇല്ല കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് ആണ് പോയിട്ടുള്ളത്. അത് അറിയാൻ കൂടിയില്ല. കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു എലൈൻ കട്ട് ടച്ചിൽ കിട്ടുകയും ചെയ്യും. സ്ലീവ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ വേറെ എക്സ്ട്രാ ഒന്നും പറയാനായിട്ടില്ല. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമൽ വെയർ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാം, ഫീഡിങ് പർപ്പസിന് യൂസ് ചെയ്യാം. അപ്പൊ രണ്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. അപ്പൊ ഇതിന്റെ സൈസ്, ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും 695 ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. കളേഴ്സും നല്ല നല്ല കളർ ചാർട്ടും നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടാ. അപ്പൊ ഒരുപാട് പീസ് ഒന്നുമില്ല, വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. 695 ലോങ് ടോപ്പിൽ, അതും ഫീഡിങ് പർപ്പസ് ഉള്ളവർക്കും യൂസ് ചെയ്യാം, അല്ലാത്തവർക്കും യൂസ് ചെയ്യാം കേട്ടാ. കാരണം ഇതിൽ സെന്ററിലെ സിബ് എന്നത് അറിയാൻ കൂടിയില്ല. ഒരു ഹിഡൻ സിബ് പോലെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ പ്രത്യേകം പറയാം, ഈ പെരുന്നാൾ മുമ്പായിട്ട് എക്സ്പെക്ട് ചെയ്യണവർക്ക് DTDC ആയിരിക്കും ബെറ്റർ. അതാവുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. നിങ്ങൾ കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ട വരുന്നുള്ളൂ. കളക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ DTDC ആണ് കേട്ടോ.